എങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ನಾವು ಈಗ ಬಂದಿದ್ದು ಕೃಷ್ಣನದು ದೇವಸ್ಥಾನಕ್ಕೆ ಬರುವ ಟೈಮಲ್ಲಿ ನಮ್ಮದು ನಿಜವಾಗ್ಲೂ ನನಗೆ ಇವರನ್ನು ನೋಡುವಾಗ ಏನೊಂದು ಆಶ್ಚರ್ಯ ಆಯಿತು. ಅದಕ್ಕೆ ನಾನು ಆ ಕಡೆ ನಿಲ್ಲುವಾಗ ಪುನಃ ಏನೋ ದೇವರ ದೃಷ್ಟಿಯಿಂದ ನೀವೇ ಕರೆದುಬಿಟ್ಟು ನಾವು ಫ್ಯಾಮಿಲಿನೇ ಸೇರಿಸಿದ್ದಕ್ಕೆ ತುಂಬ ಧನ್ಯವಾದಗಳು. ನಮಸ್ತೆ. ಗಜವದನಾನ್ ಬೇಡುವೇನ್ ಗೌರಿ ತನಯಾತ್ ತ್ರಿಜಗವಂದಿತನೇ സൃജനര പുരേവനെ ഗജവദനാൻ ബീടുവേൻ. നോം കേട്ടിരിക്കുന്നു അവിടെ ചിക്കനൊക്കെ ഉണ്ടാവുന്നു, ശരിയാണോ? നോൺ വെജ് കൊണ്ടൊരു കളിയല്ല ഇവിടെ. അതാണ് കണ്ടോ, കണ്ണൂരുകാരെ കണ്ടപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഓണസദ്യക്ക് ചിക്കൻ മസ്റ്റാ. അയ്യോ, കുറെ സന്തോഷമായി. മവേലിനെ ഇത്ര പെട്ടെന്ന് കാണാമെന്ന് വിചാരിച്ചില്ല. हाँ बहुत अच्छा लगा, लेकिन आपका चश्मा सूट नहीं कर रहा. आपका चश्मा बहुत सूट कर रहा है आपको. മലയാളത്തിൽ പറയടാ മോനെ, എനിക്ക് മലയാളം അറിയുള്ളൂ, അറിയില്ല. ಎಲ್ಲರಿಗೂ ಸಂತೋಷದ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. എല്ലാവർക്കും സന്തോഷത ശുഭാശ. അപ്പോൾ നോം ഇങ്ങനെ കണ്ണൻ്റെ മുൻപിൽ വന്നിരിക്കുകയാണ്. കണ്ണൻ്റെ മുൻപിൽ വന്ന ദാ ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് ദിവ്യ. എന്താ പേര്? രേഖ. 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 എവിടെന്നാ വരണേ? കോഴിക്കോട്. എങ്ങനെയുണ്ട്, എപ്പോൾ പോകുന്നു നിങ്ങളൊക്കെ അവിടുന്ന്? നിങ്ങൾ രാവിലെ. നിങ്ങളുടെ നാട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഓണാഘോഷം ഇപ്രാവശ്യം അങ്ങനെ ഇല്ല, ഗംഭീരമായിട്ട്. വയനാട് ദുരന്തമല്ലേ നടന്നത്, അപ്പോൾ ഇപ്പോൾ എല്ലാം കുറച്ചിട്ടുള്ളത് ആഘോഷങ്ങൾ. കണ്ണൂരിൽ നിന്നൊരു ആൾക്കാരെ കണ്ടപ്പോൾ പറഞ്ഞു കണ്ണൂര് ഓണത്തിൻ്റെ അന്ന് അവർ ബിരിയാണി നിർബന്ധമാണ്. എങ്ങനെ കോഴിക്കോട് എങ്ങനെയാ? കോഴിക്കോട് അങ്ങനെയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഇത് കാരണം ഓണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം കുറച്ച് കുറവാണ്. അത് കുറച്ച് വിഷമത്തിൽ ആയതുകൊണ്ട് അതുകൊണ്ടാണ് നിർത്തിവെച്ച്. അപ്പോൾ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ആ ഒരു ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാറ്. നോണൊന്നുമില്ല, നോണ് സൈഡായിട്ട് ഉണ്ടാവും ചെറുതായിട്ട്. അതാണ് ഈ മലബാറിൻ്റെ പ്രത്യേകത അല്ലേ, അവർക്ക് നോൺ വേണം അല്ലേ? അതെ അതെ. എന്തായാലും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഓരോ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോണത്. മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരിലേക്കൊക്കെ പോകും, അവരിലേക്കൊക്കെ എത്തും. ദാ കണ്ടോ, നമസ്കാരമുണ്ട്. നമസ്കാരം. എവിടെ നിന്ന് വരണേ? നമ്മൾ ചെറിയങ്കിടുന്ന് പറഞ്ഞു. ഒന്ന് അങ്ങോട്ട് നോക്കാം, ക്യാമറ എവിടെയാ? നമ്മൾ ചെറിയങ്കിടുന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കുക. പേര്? എൻ്റെ പേര് രമ. രമ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം? ഓണാഘോഷം അവിടുത്തെ വയനാട്ടിൽ അല്ലേ, ഓണം അത്ര ഇതല്ല. അത്ര അല്ല. എന്നാലും നിങ്ങളുടെ നാട്ടിലുള്ള നാട്ടിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഓണാഘോഷം അല്ലേ? അപ്പോൾ കണ്ണനെ കാണാൻ വന്നു. കണ്ണനെ കാണാൻ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നു. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ക്യാമറ അവിടെ അങ്ങോട്ട് നോക്കിക്കേ, ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ നിങ്ങളുടെ നാട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഓണാഘോഷമൊക്കെ ഉണ്ട്. ഓണാഘോഷമൊക്കെ ഉണ്ട്. നല്ല ആഘോഷമാണോ? ആ. പേര്? എൻ്റെ പേര് സജീന. പ്രിൻസി. നിങ്ങളുടെ നാട്ടിലെ ഓണാഘോഷം ഒന്ന് പറഞ്ഞേ, നോമൊന്ന് കേൾക്കട്ടെ. നമ്മളെ നാട്ടിലെ ഓണാഘോഷം ഓണക്കളിയുണ്ടോ? ഓണക്കളിയൊക്കെ ഉണ്ടോ? കളിയുണ്ട്, അത്തക്കള ഇടുന്നു, ഓണസദ്യ ഉണ്ട്. സദ്യക്ക് എത്ര തരം കറികൾ, എത്ര തരം പായസം ഉണ്ടാവും? അത് ഒരേ വീട്ടിൻ്റെയും പരിസ്ഥിതി അനുസരിച്ചായിരിക്കും. ഓരോ ആൾക്കാരുടെ അനുസരിച്ച് വീട്ടിൽ എത്ര കൂട്ടുണ്ടാവും? നമ്മളെ വീട്ടിൽ ഒരു 10-12 കറി ഉണ്ടാവും. എന്തായാലും ഓണം ഉഷാറാവട്ടെ. ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഉഷാറായിട്ട് പറയേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോമിന് സന്തോഷമായിരിക്കണു. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വന്നപ്പോൾ അതാ കണ്ടോ, ഒരുപാട് ആൾക്കാർ ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കൊക്കെ ഇങ്ങനെ പോവാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ പേര്? ഷാജി. എവിടെന്നാ വരണേ? അഞ്ഞൂരിക്കുന്ന്. അതെവിടെയാ സ്ഥലം? ഗുരുവായൂരിൻ്റെ അടുത്താണ്. ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെ. എന്താ ഈ ഓണാഘോഷമൊക്കെ? തകർപ്പനായി പോണു. മാവേലിനെ കണ്ടോട് ഞങ്ങളുടെ ഓണത്തിൻ്റെ ആ വരവ് പ്രത്യേകമായിട്ടൊരു മനസ്സങ്ങ് നിറഞ്ഞു. കണ്ണനെ കണ്ടോ? കണ്ണനെയും കണ്ടു, മാവേലിനെയും കണ്ടു. അപ്പൊ ഈ പ്രാവശ്യത്തെ ഈ ഓണാഘോഷമൊക്കെ എങ്ങനെ ഈ പ്രാവശ്യം? അടിപൊളിയായിട്ട് പോണു, വളരെ നന്നായി പോണു.
അപ്പോൾ അവിടെ ചോദിക്കാം, ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ആ വാങ്ങി വാങ്ങി വാങ്ങിയോ? ഓണക്കോടി ആൾക്ക് മേടിച്ചു കൊടുത്തോ? വാങ്ങിച്ചിട്ടുണ്ട്. അതോ എന്നാ കൊടുക്കുക? ഇനി ഉത്രാടത്തിൻ്റെ അന്നാണോ? ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ ഈ പ്രാവശ്യം ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ? ഒരുക്കങ്ങൾ എന്നുള്ള പോലെ ഒരുക്കെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യമുള്ള പോലെ തന്നെ. ഉഷാറാണ്. ഉഷാറാണ് ഉഷാറാണ്. അപ്പോൾ എന്തായാലും മനസ്സ് നിറയട്ടെ കേട്ടോ. ആയിക്കോട്ടെ മാവേലി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മാവേലി അടിപൊളിയാണ്. മാവേലിനെ പ്രത്യേകം അഭിനന്ദിക്കണം. ഓക്കെ, അപ്പോൾ സന്തോഷം. ഹാപ്പി ഓണം. അപ്പോൾ സന്തോഷമായിരിക്കണു. ഇതാണ് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലേ? അങ്ങനെ എന്താണ് പറഞ്ഞോ? ഇല്ല കുഴപ്പമില്ല. ആലോചിച്ചപ്പോ പാട്ടുകാർ ശരിക്കുള്ള പാട്ടുകാർ കേട്ടെ ഇവിടുന്ന് ഓടിയെത്തും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് അല്ലേ ദൈവം തരുന്ന അനുഗ്രഹമാണ് ഈ പാടാനുള്ള കഴിവ്. അത് അറിയണ പോലെ അങ്ങോട്ട് പാടുക. സന്തോഷമായോ? ഓമനെ കണ്ടപ്പോ എന്ത് തോന്നി? ശരിക്കും മാവേലി നിൽക്കുന്ന അതേ ഫീലിംഗ്. ശരിക്കും മാവേലി തന്നെയാണ്. അല്ല അല്ല, ശരിക്കും മാവേലി നിൽക്കണതാണ്. അപ്പം ശരിക്കും മാവേലി അല്ലേ? അപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണോ? 100% ഒറിജിനലാ. ഒറിജിനൽ ഒറിജിനൽ. അപ്പോൾ ഒരു സമ്മാനം കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റൂട്ടിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടപെട്ട് സമ്മാനം കണ്ട് പിടിച്ചോളാം. സന്തോഷമായോ? സന്തോഷം. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ഇന്ന് ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെ ഉണ്ടാവും? ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു ഭഗവാൻ തരുന്ന കളറാവൂല്ലേ? അപ്പോൾ ഓരോ ഓണാശംസ കൊണ്ട് കൊടുത്തേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. എന്തായാലും മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഇതാ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നു. നമസ്കാരമുണ്ട്. എവിടെന്നാ വരണേ? തലശ്ശേരി. തലശ്ശേരി. ആ കണ്ണൂരുകാരാണ്. അതെ. എങ്ങനെയുണ്ട്? മനസ്സൊക്കെ നിറഞ്ഞോ കണ്ണനെ കണ്ടപ്പോൾ? അടിപൊളിയായി, മനസ്സൊക്കെ നിറഞ്ഞു. നിങ്ങളുടെ കണ്ണൂരുള്ള ഓണാഘോഷമൊക്കെ എങ്ങനെയാ? നമ്മുടെ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ അത്തം തുടങ്ങിയിട്ടേ തുടങ്ങും. 10 ദിവസം ഓണം ഉണ്ടാവും. തിരുവോണം, ഗംഭീര സദ്യ. നിങ്ങളുടെ സദ്യക്ക് എന്തൊക്കെയാ പ്രത്യേകത? നോം കേട്ടിരിക്കുന്നു അവിടെ ചിക്കനൊക്കെ ഉണ്ടാവുന്നു. ശരിയാണോ? പിന്നെ അതെന്താണെന്നൊന്ന് പറഞ്ഞു തന്നേ. നോൺ വെജ് കൊണ്ടൊരു കളിയല്ല ഇവിടെ. അതാണ് കണ്ടോ കണ്ണൂരുകാരെ കണ്ടപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഓണസദ്യക്ക് ചിക്കൻ മസ്റ്റാ ഇല്ലയോ? ഒന്ന് പറഞ്ഞു തന്നെ എന്തൊക്കെയാണെന്ന് ഐറ്റം പറഞ്ഞേ. ഞാനെന്നാ പറയുന്നത്? ബിരിയാണി. ബിരിയാണി അന്നത്തെ ദിവസം ബിരിയാണി. അപ്പോൾ പപ്പടം പഴം പായസം ഒന്നും ഇല്ല. ഇല്ല. അന്നത്തെ ദിവസത്തെ ഭക്ഷണങ്ങളൊന്ന് പറഞ്ഞേ. മെയിനായിട്ട് ബിരിയാണി പായസവും വെക്കും. ബിരിയാണിയും പായസവും ഗംഭീരായിരിക്കണു. ഓമന്നങ്ങോട്ട് വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിയും പായസവും കൂടെ ഒരു കോമ്പിനേഷൻ. ഏത് പായസ? അത് അവരവരുടെ വീട്ടിൽ എന്നാ ഇഷ്ടം അത് വെക്കും. എന്തായാലും ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് അവർ വന്നപ്പോൾ കണ്ടോ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്ന. നമസ്കാരമുണ്ട്. ഒന്നിങ്ങോട്ട് നീങ്ങിക്ക. അപ്പോൾ എവിടെന്നാ വരണേ? ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന്. എറണാകുളം ജില്ല കാഞ്ഞിരമറ്റം എന്ന് പറയും. ആ നമ്മുടെ എറണാകുളം കാഞ്ഞിരമറ്റം. ഞങ്ങൾ തിരുവനന്തപുരക്കാരാ? തലസ്ഥാനം. എന്താ പേര്? എൻ്റെ പേര് അശോകൻ. കനിത. സോമൻ. അനജ. അപർണ. സാജൻ. അഞ്ജന. എങ്ങനെയുണ്ട് നമ്മുടെ ഓണാഘോഷമൊക്കെ? എവിടം വരെയായി? നന്നായിട്ട് പോണു. നമ്മുടെ എറണാകുളത്തെ ഓണാഘോഷം അത്തച്ചമയം കഴിഞ്ഞു. ഉഷാറായോ? അടിപൊളി. ഞങ്ങളുടെ വീട് അത്തച്ചമയത്തിന്റെ ഏരിയയിലാണ്. വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് അത്തച്ചമയം കാണാൻ പറ്റുമോ? കാണാം. വീടിന്റെ ഭാഗത്ത് ഞങ്ങൾ ലൈവായിട്ട് ടി വിയിൽ കണ്ടു. എന്താ പോവാഞ്ഞേ? സാഹചര്യം അനുകൂലമല്ലായിരുന്നു. അനുകൂലാക്കണം. കാരണം പോണം ഇല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണ കാര്യങ്ങൾ പോകണ്ടേ? പക്ഷേ ഇത്തവണ തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരക്ക് കുറവാണ്. കഴിഞ്ഞ വർഷത്തെ കുറവായിരുന്നു. തീരെ കുറവ്. പ്രാവശ്യം ഓണം ഉഷാറല്ലേ? അറിയില്ല.
എന്താ പേരെന്ന് വിട്ടുപോയല്ലോ? സാജൻ. അപ്പൊ ഒരു പാട്ടം കൂടെ പാടി തന്നെ. ഓമനൊരു പാട്ടം കൂടെ കേൾക്കട്ടെ. പാടിയോ? ഓണത്തപ്പ കൊടവേറ പാടിയോ? ഇല്ല എനിക്കറിയില്ല, പാടിയോ? ചേട്ടൻ ഇങ്ങോട്ട് വന്നൊരു പാട്ട്, നല്ലൊരു പാട്ട് പാടിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പാട്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും കള്ളവുമില്ല ചതിയുമില്ല എന്നോളമില്ല പൊളിവചനം. എള്ളോളം ഇല്ല, പൊളി വചനം. ഇപ്പൊ എങ്ങനെയാണ്, എള്ളോളം ഉണ്ടോ? അയ്യോ, വചനം പൊളി തന്നെയാ. പൊളി തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞു. ഹാപ്പി ഓണം. എല്ലാവിധ ആശംസ. താങ്ക് യു സാർ ആവട്ടെ. അപ്പോൾ ഓണത്തിൻ്റെ ഈ തിരക്കിൽ നമ്മളിങ്ങനെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഫൺ വിത്ത് മാവേലി. നമസ്കാരമുണ്ട്. എവിടെ നിന്നാണ് വരണേ? ഷൊർണൂര് അല്ലേ. എന്താ പേര്? റീന. ഷാജു. ആദിഷ്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ അവിടെ? ഓണാഘോഷം തുടങ്ങണേ ഉള്ളൂ. ഈ പ്രാവശ്യം എങ്ങനെയാ, വീട്ടിലെ ആഘോഷമൊക്കെ ഉണ്ടോ? ആ, ആഘോഷമുണ്ട്. ഓണത്തിൻ്റെ അന്ന് എന്താ പരിപാടി? വീട്ടിലേക്കൊക്കെ പോവോ? എങ്ങനെയാണ്, ബന്ധു വീട്ടിലേക്ക് പോവോ? ബന്ധു വീട്ടിൽ പോകണം. പിന്നെ ഓണസദ്യ, അതല്ലേ ഗംഭീരം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ? വേറെ ഊഞ്ഞാലാട്ടൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്, അവിടെ സ്കൂളിലെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ പോവോ? പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഓണാശംസ ഒന്ന് കൊടുക്കുമോ? എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പം മനസ്സ് നിറഞ്ഞിട്ടാണ് പല ആളുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ. നമസ്കാരമുണ്ട്. എവിടെ നിന്ന് എല്ലാവരും വരണേ? ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്നാന്ന് മനസ്സിലായി. വീട് എവിടെയാണെന്ന് ചോദിച്ചത്? ഇവിടെ തന്നെ ദേവസ്വം സ്കൂളിൻ്റെ ഭാഗത്താണല്ലേ. എന്താ പേര്? ശിഖ. വിഷ്ണുപ്രിയ. വസുന്ധര. എങ്ങനെയുണ്ട് നമ്മുടെ ഓണത്തിന് ഓണക്കോടിയൊക്കെ വാങ്ങിയോ? വാങ്ങി. എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? ഒരെണ്ണം വാങ്ങിയിട്ടുള്ളൂ. പഠിക്കുവാണോ? എന്തിനാ പഠിക്കണേ? +1. +2 കഴിഞ്ഞു. 10ല്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിൻ്റെ പരിപാടികളൊന്ന് പറഞ്ഞേ. തിരുവോണത്തിൻ്റെ അന്ന് എന്താ തിരുവോണത്തിന് പരിപാടി? ഓണസദ്യ, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നോമിനൊരു ആഗ്രഹം, നിങ്ങൾ 3 പേരും കൂടെ ഒരു പാട്ടൊന്നും പാടി തന്നേ. അറിയണ പാട്ട്. കാലം മനുഷ്യരെല്ലാരും ഇതുവരെ അറിയുള്ളൂ. ബാക്കിയൊക്കെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് നടന്നോളണം കേട്ടോ. അപ്പോൾ ഒരു സമ്മാനം നോമങ്ങ് തരാൻ പോവാണ്. മനസ്സ് നിറഞ്ഞോ? ഇനി നല്ലൊരു പാട്ടങ്ങ് പാടി തരാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കിയേ. നല്ലൊരു പാട്ട്. ആയിക്കോട്ടെ, അവരൊരു പാട്ടോടെ പാടണ്ടെന്ന്. തിരുവാവണിലാവ് മനസ്സാകണിലാവ് മലയാള ചുണ്ടിൽ മലരോളം പാട്ട്. സന്തോഷമായിരിക്കണു. അപ്പോൾ നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം ഈ 3 കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അവിടെ പിടിച്ചോളാം. സന്തോഷമായോ? സന്തോഷമായി. സന്തോഷമായി. നല്ല സന്തോഷം. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഓടുവാണോ നോമനെ കാണുമ്പോൾ? എന്താ പേര്? ഹരി. ഹരി. എവിടെന്നാ വീട്? ശസാങ്കോട്ട. ശസാങ്കോട്ട. എങ്ങനെയുണ്ട് നമ്മുടെ അവിടുത്തെ ഓണാഘോഷം? അവിടുത്തെ ഓണാഘോഷം കുഴപ്പമില്ല. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തിരുവോണത്തിന്? 16 കൂട്ടം സദ്യയൊക്കെയാണ്. ഓണം നല്ല രീതിയിൽ ആഘോഷിക്കണം, ഉഷാറാക്കണം. ഹാപ്പി ഓണം. അപ്പോൾ നമസ്കാരം. നമ്മൾ TCBയുടെ ഫൺ വിത്ത് മാവേലിന്നാ വരണത്. എന്താ പേര്? അങ്ങോട്ട് നിൽക്കുക. ക്യാമറ എവിടെയല്ലേ? ഇവിടെ നിന്നാ വൈക പറഞ്ഞേ? ഞാൻ മലപ്പുറം ജില്ലത്തെ അരിമ്പറയെന്ന് വരും. മലപ്പുറംകാരിയാണ്. എന്താ പേര്? ഹിമ. ഹിമ. വേണുഗോപാൽ. എങ്ങനെയുണ്ട് ഓണത്തിൻ്റെ ഒരുക്കം അവിടെ? എന്തുണ്ടായി? സന്തോഷമാണ്. നല്ലപോലെ ഓണത്തെ വരവേൽക്കണം. എങ്ങനെയാണ് ഓണത്തിൻ്റെ ദിവസങ്ങളിലുള്ള ആഘോഷമൊക്കെ? എങ്ങനെ നിൽക്കുക? ക്യാമറ അവിടെയല്ലേ? പറഞ്ഞോ. ആഘോഷങ്ങളെന്താ, നല്ലപോലെ തന്നെ നല്ല രൂപത്തിൽ ഇപ്പോൾ കണ്ണനെ കണ്ടു പോവാണ്. ഇനി ആ ഒരു സന്തോഷം കൂടി അവിടെ പങ്കുവെച്ച് എല്ലാവരെയും അടുത്ത വീട്ടിലൊക്കെ ക്ഷണിച്ച് ചെറിയ രൂപത്തിൽ നല്ലൊരു ഓണം കഴിക്കുക എന്നുള്ളതാണ് തീരുമാനം.
എന്താ ചെയ്യണേ? ഞാനൊരു ജ്വല്ലറി വർക്കറാണ് കോഴിക്കോട്. നോമിൻ്റെ ആഭരണങ്ങളൊക്കെ പഴയ മോഡലാ, ഒന്ന് പുതുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല കാശൊക്കെ വരുമോ? തീർച്ചയായിട്ടും വരും. അങ്ങോട്ട് വന്നാൽ വല്ല കാര്യം ഉണ്ടാവുമോ? അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളുടെ ഫാഷൻ അത്ര പോരാന്നാണ് പറയണേ. ഫാഷൻ കുഴപ്പമില്ല, എനിക്ക് നമ്മളെക്കാട്ടിലും നല്ല ആഭരണമാണ് ഇട്ട്. ആഭരണമാണ്. കൊള്ളാം. അപ്പോൾ ഒരു പാട്ട് അങ്ങോട്ട് പാടി തരുമോ? പാട്ട് ഏത് പാടുക? ഇഷ്ടമുള്ളത് അങ്ങോട്ട് പാടിക്കോ. കണ്ണീരിൽ മുങ്ങിടല്ലേ നീ, നൊന്തു നീറിടല്ലേ നീ, എന്നിലൂറി വന്നൊരൻ ജന്മപുണ്യമേ, എന്തെന്തു നൽകുമിന്നു ഞാൻ നിൻകിനാവിൻ തീരമോ നൊമ്പരങ്ങളോ. നന്നായിരിക്കണു അല്ലേ? പാട്ട് പഠിക്കണ്ടോ? ഇല്ല. പാട്ട് പഠിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പാട്ട് പഠിപ്പിക്കാൻ വിട്ടോളാം. തീർച്ചയായിട്ടും കൂടാ. അപ്പോൾ നന്നായി പാട്ടൊക്കെ പഠിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വിചാരിച്ചു. നമ്മൾ നോം ഈ പ്രാവശ്യം വന്നപ്പോൾ പാതാളത്തിൽ നിന്ന് കുറേ സമ്മാനങ്ങളൊക്കെ വന്നേക്കണത് നമ്മുടെ പള്ളിക്കുളം റൂട്ടിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റൂട്ടിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനമാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിക്കൊള്ളുക, എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിക്കൊള്ളുക, പിടിച്ചോളുക. സന്തോഷമായോ? സന്തോഷമായി. ഒരുപാട് സന്തോഷമായി. എങ്ങനെയാ സന്തോഷമായി? അതൊന്ന് പറയട്ടെ. നോമിനെ കണ്ടപ്പോഴാണോ സന്തോഷം? സമ്മാനം കിട്ടിയപ്പോഴാണോ സന്തോഷം? ഇനി ഇതുപോലെ എങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നോമിനെ കാണുമെന്ന് വിചാരിച്ചില്ല? ഒരിക്കലും ഇല്ല. ഓണത്തിന് വരും എന്നല്ലാതെ കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് വന്നു. അതെ. സന്തോഷമായിട്ട് ഈ ഒരു വർഷം അങ്ങോട്ട് തകർക്കുക. തീർച്ചയായിട്ടും. ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ നോമിങ്ങനെ നടന്ന് വയ്യാണ്ടായി. എന്നാലും സാരമില്ല, നമ്മുടെ പ്രജകളെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിന് അങ്ങോട്ട് കുളിര. അപ്പോൾ കുളിരാവുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് വന്നാലോ? ഒരു ചെറിയൊരു ബ്രേക്ക് അങ്ങോട്ട് എടുക്കാം. ബ്രേക്ക് കഴിഞ്ഞിട്ട് വേഗം വരാം. വരണു കേട്ടോ, അവിടെ തന്നെ ഇരുന്നോളോ. ഒരു ബ്രേക്ക്. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി ഉടൻ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നു സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. ആശംസകളോടെ TJKC, MFTC, NITC ആൻഡ് ഫാംകോ. ആക്ഷൻ. ജെന്യുവൻ ആയിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. ഇവിടെ ആക്ഷൻ പറഞ്ഞത് കേട്ടോ? സോറി സർ. എന്താ കല്യാണ ആലോചന ആയിരുന്നോ? അത്യാവശ്യത്തിന് സ്വർണം പണയം വെക്കാനാ. വിശ്വസിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കുക. അതായിരുന്നു. എങ്കിൽ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ ഉറപ്പും വേണം. NTC ഫൈനാൻസ് പോലെ ജെന്യുവൻ ആണ്, ഗോൾഡും സേഫ്. NTC ഫൈനാൻസ്, ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഓടി വന്നു. അധികം നീട്ടമുള്ള ബ്രേക്കൊന്നും അല്ല, ചെറിയ ബ്രേക്ക്. ഞാൻ എന്താ പറയണേ? ചെറിയ ബ്രേക്കിന് ഇംഗ്ലീഷിൽ പറയണേ ഷോർട്ട് ബ്രേക്ക്. ഇതാ വന്നു. അപ്പോൾ ഇനി പ്രജകളുടെ അടുത്തിട്ട് പോവല്ലേ? അങ്ങോട്ട് പോവാ. നമസ്കാരമുണ്ട്. ആരൊക്കെയുള്ള കൂടെ? ഇങ്ങോട്ട് വരിക, ചോദിക്കട്ടെ. അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് വിളിച്ചേ, ചോദിക്കട്ടെ. അമ്മ അച്ഛനെ ഇങ്ങോട്ട് മാറി നിൽക്കണെന്താ? അച്ഛൻ അവിടെ മാറി നിൽക്കണോ? അമ്മ എവിടെ? ഇങ്ങോട്ട് വരിക അമ്മ. അമ്മ അച്ഛനും കണ്ണനെ കണ്ടിട്ട് അങ്ങോട്ട് മിണ്ടാണ്ട് പോവാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മയുടെ പേരെന്താണാവോ? സുനിത. മഹേഷ്. മൗല്യ. മൃദുല്യ. എവിടെ നിന്ന് വരണേ? ഞങ്ങൾ കൊടക് ഡിസ്ട്രിക്ട്. കർണാടകരാണോ? അപ്പോൾ മലയാളം പറയണ്ടല്ലോ നന്നായിട്ട്. മലയാളിയാണ്. മലയാളിയാണ്. ഈ മലയാളത്തിൽ നിന്ന് എപ്പോഴാണ് കർണാടകയിലേക്ക് പോയേ? അവിടെ തന്നെ ജനിച്ചു വളർന്നല്ലോ. അവിടെ ഇഞ്ചി കൃഷിയാണോ? ഇല്ല, തോട്ടവും ബിസിനസ്സുമാണ്. എത്ര നാളായി അങ്ങോട്ട് പോയിട്ട്? ജനിച്ചതും വളർന്നാലും അവിടെ തന്നെ. അച്ഛൻ്റെ അമ്മ കാലം കൊണ്ട് അവിടെ ആയിരുന്നു. മലയാളം നന്നായിട്ട് പറയുന്നുണ്ടല്ലേ? ഇവരൊക്കെ എങ്ങനെയാ മലയാളം പറയോ? സംസാരിക്കും, അവർ എഴുതാനും വായിക്കാൻ. ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മലയാളത്തിൽ നന്നായിട്ടൊന്ന് സംസാരിച്ചേ. എന്ത് സംസാരിക്കും? ഇന്ന് കണ്ണനെ കാണാൻ വന്നപ്പോൾ നിൽക്കുന്നു മാവേലി. സന്തോഷമായി. അപ്പം എന്ന് പറഞ്ഞ പോലെ ആ മാവേലിനെ കണ്ട സന്തോഷം ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ. കുറേ സന്തോഷമായി. മാവേലിനെ ഇത്ര പെട്ടെന്ന് കാണാമെന്ന് വിചാരിച്ചില്ല. മൊത്തത്തിന് വന്നു അവിടെ. ഇനി നേരത്തെ ആണല്ലോ എന്തായാലും സന്തോഷമായോ? സന്തോഷമായി. എന്താ ചെയ്യണേ? പഠിക്കുവാണോ? എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് ആണ്. ചെറിയ കുട്ടിയൊന്നുമല്ല. ഇവിടെയോ? PU, സെക്കൻഡ് PU. അമ്മയ്ക്ക് എന്താ പരിപാടി?
ബീഫാണ്. വീട്ടിൽ പാചകം ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാല്ലേ? അതെ. എന്തായാലും സന്തോഷമായി. നമുക്ക് നോമിന് വലിയ സന്തോഷമായി നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ സാധിക്കണ തന്നെ വലിയ സന്തോഷം. അപ്പോൾ നോമിനൊരു പാട്ട് പാടി തരുമോ? രണ്ടുപേരും അറിയുന്നത്. പപ്പ പാട്ടുകാരനാണോ? പപ്പ പാടും, അതിനുശേഷം മോള് പാടും. അറിയുന്ന രണ്ടുപേരും ആയിക്കോ, നമ്മുടെ നോമിനൊരു സന്തോഷം. ഗജവദനാൻ ബീടുവേൻ ഗൗരി തനയാത് ത്രിജഗവന്ദിതനെ സൃജനരപുരേവനെ ഗജവദനാൻ ബീടുവേൻ മോദതി നിന്നയാ പാദവ തോരോ മോദതി നിന്നയാ പാദവ തോരോ സാധു വന്ദിതനെ ആദരദിന്ദലേ. എന്താണെങ്കിലും എല്ലാം എനിക്ക് മനസ്സിലായി, ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ നോമിന് കണ്ട സന്തോഷം മഹേഷേട്ടൻ കന്നഡയിൽ അങ്ങോട്ട് പറയാൻ പോവാ, ഒന്ന് ಕೇಳ್ಕಟ್ಟೆ. ನಾವು ಈಗ ಬಂದಿದ್ದು ಕೃಷ್ಣನ್ದು ದೇವಸ್ಥಾನಕ್ಕೆ ಬರುವ ಟೈಮಲ್ಲಿ ನಮ್ಮದು ನಿಜವಾಗ್ಲೂ ನನಗೆ ಇವರನ್ನು ನೋಡುವಾಗ ಏನೊಂದು ಆಶ್ಚರ್ಯ ಆಯಿತು. ಅದಕ್ಕೆ ನಾನು ಆ ಕಡೆ ನಿಲ್ಲುವಾಗ ಪುನಃ ಏನೋ ದೇವರ ದೃಷ್ಟಿಯಿಂದ ನೀವೇ ಕರೆದುಬಿಟ್ಟು ನಾವು ಫ್ಯಾಮಿಲಿನೇ ಸೇರಿಸಿದ್ದಕ್ಕೆ ತುಂಬ ಧನ್ಯವಾದಗಳು. നമസ്തേ. എല്ലാം മനസ്സിലായോ? നോം പറഞ്ഞു തരാം. ഗുരുവായൂർ കണ്ണനെ കാണാൻ വന്നപ്പോൾ അതേ മുന്നിൽ നിൽക്കണു ആ നമ്മുടെ മാവേലി. എനിക്ക് സന്തോഷമായി, ഭാര്യയ്ക്കും സന്തോഷമായി, കുട്ടികൾക്കും സന്തോഷമായെന്ന്. നോം ഇതെങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? ഇതൊക്കെ തന്നെ പറയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ടോ? ഇവിടെ ഒരു പാട്ട് ഇല്ല ഇല്ല. ഇനി ഇതിലാരെ പാട്ടാ? മഹേഷേട്ടൻ ഒരു പാട്ട് ഇല്ല. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഒരു സമ്മാനം നോമങ്ങ് തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റൂട്ടിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനമാണ് നമ്മുടെ കന്നഡയിൽ പാട്ട് പാടി തന്ന സുന്ദരിക്ക് കൊടുക്കണം. എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പിടിച്ചോളാം. സന്തോഷമായോ? സന്തോഷമായി. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. അങ്ങോട്ട് പോരാ, ഉറക്കം അങ്ങോട്ട് പറയാം. ഹാപ്പി ഓണം. ഒന്നോടെ ആ കന്നഡയിലൊന്ന് പറഞ്ഞേ. ಎಲ್ಲರಿಗೂ ಸಂತೋಷದ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. എല്ലാവർക്കും സന്തോഷದ ಶುಭಾಶಯ. ಎಲ್ಲರಿಗೆ ತುಂಬ ಧನ್ಯವಾದಗಳು. ತುಂಬ ಧನ್ಯವಾದಗಳು. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെല്ലാം അങ്ങനെ തന്നെയാണല്ലേ? എന്തായാലും അത് മാത്രം തെറ്റിയിട്ടില്ല. എന്തായാലും സന്തോഷമുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒന്ന് അങ്ങോട്ട് തിരിയാ. ക്യാമറ കണ്ടോ? നിങ്ങളെ പിടിക്കണ കണ്ടോ? നിങ്ങൾ എന്നെ പിടിക്കുമ്പോൾ നിങ്ങളെ പിടിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പേര്? ഹൃദ്യ. ഹൃദ്യ എവിടെ നിന്നാണ് വരണേ? കണ്ണൂര്. കണ്ണൂരുകാരിയാണ്. ശ്രീലക്ഷ്മി. എവിടെ നിന്നാണ്? മലപ്പുറം. മെറിൻ, വയനാട്. വയനാട്. അപ്പോൾ കണ്ണൂരുണ്ട്, മലപ്പുറം ഉണ്ട്, പിന്നെ എവിടെയാ? വയനാടുണ്ട്. വയനാടുകാരി. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ അവിടെ കുഴപ്പത്തിലുള്ള സമയത്ത് സ്ഥലത്തൊക്കെ ആയിരുന്നോ? അല്ല അല്ല, ഞാൻ മൈസൂരായിരുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ആ ഭാഗത്ത്? ഇല്ലായിരുന്നു. ഇല്ല. എന്തായാലും ആ ദുഃഖത്തിൽ പങ്ക് ചേരുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണനെ കണ്ടോ? ഇല്ല, നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നത്. അപ്പോൾ കണ്ണനെ കണ്ടില്ലേ? പോണം. ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നത് ആ കൂടെ കണ്ണനെ കാണണം. കണ്ണനെ രണ്ടാമത് കണ്ടാൽ മതി എന്നാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അവിടെ എങ്ങനെയാ ഓണാഘോഷം എങ്ങനെയാ? തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. എന്താ പഠിക്കുവാണോ? അല്ല, വർക്ക് ചെയ്യായിരുന്നു. എന്ത് വർക്കാണ് ചെയ്യണേ? ഇപ്പൊ ചെയ്യുന്നില്ല. അയ്യോ, ഇതെന്താ ഒരു ഇതിൽ എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം. ചെയ്യും. എന്ത് ചെയ്യണേ? ഞാൻ വർക്ക് ചെയ്യാ. എന്ത് വർക്ക് ചെയ്യണേ? IT-ൽ. വലിയ ആൾക്കാരാ. എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാ. എന്ത് വർക്കാ? IT-ൽ. അപ്പം എന്തായാലും സന്തോഷമായി. ഈ ഞങ്ങളുടെ IT-ലൊക്കെ ഓണാഘോഷം എങ്ങനെയാ കഴിഞ്ഞു? അവിടുത്തെ സെലിബ്രേഷൻസ് എല്ലാം എന്തൊക്കെയാണ് നടന്നു? കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നോ? ഞാൻ പോയിട്ടില്ല. വീട്ടിലിരുന്നു. പണ്ട് പഠിക്കണ സമയത്തും സ്പോർട്സ് ഡേയിൽ വീട്ടിലിരിക്കും ഇല്ലയോ? അതെ, ആ സ്വഭാവം തന്നെ IT-ൽ. എന്തായാലും ആവട്ടെ. പോയായിരുന്നോ? ഇല്ലായിരുന്നു. നിങ്ങളൊക്കെ സെയിം പിച്ചാണല്ലേ? നോം ഇംഗ്ലീഷൊക്കെ പഠിച്ചു. എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവരും ചിരി കാണുമ്പോൾ മനസ്സങ്ങ് നിറഞ്ഞു. ഒരു പാട്ടൊന്ന് നോമിന് പാടിത്തരും. 3 പേരും കൂടെ ഒരുമിച്ചങ്ങ് നിൽക്കുക. അറിഞ്ഞൂടാ. എന്താ അറിഞ്ഞൂടാ? കണ്ണൂരില്ലേ? അല്ല, മലപ്പുറം. കണ്ണൂരില്ലേ? ആ കണ്ണൂർ സ്ലാങ്ങിലൊരു ഓണാശംസ എന്നൊക്കെ പറഞ്ഞേ. എല്ലാവർക്കും നല്ല ഓണം. അങ്ങനെയല്ലേ? എന്തൊക്കെയോ ഒരു നീട്ടും കുറുക്കലൊക്കെ ഉണ്ടല്ലോ. അതെനിക്കറിയില്ല. എനിക്കറിയില്ല. എനിക്കറിയണ എന്താ ഓണാശംസ? ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. നമ്മളെ TCVയുടെ ഫൺ വിത്ത് മാവേലി എന്നാണ്. എവിടെന്നാ പറഞ്ഞേ? ഞാൻ മലപ്പുറം. മലപ്പുറംകാരാണ് അല്ലേ? എന്താ പേര്? സുദീപ്. പേര്? പ്രേംലത. മലയാളം അറിയുമോ?
कोलकाता കൊൽക്കത്ത. മലയാളം കൊഞ്ചം കൊഞ്ചം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. നോമൻ അറിയില്ല, ഒരു ഭാഷ അറിയുള്ളൂ. അപ്പോൾ കണ്ടതിൽ സന്തോഷം തോന്നുന്നു അങ്ങോട്ട് പറഞ്ഞേ. आपको देखने के बहुत संतोष हो गया, खुश हो गया, बहुत खुश हो गया. നല്ല സുന്ദരിയാണോ എന്നൊക്കെ പറഞ്ഞേ. आप बहुत खूबसूरत हो बोल रहे हैं. धन्यवाद. എന്നെ കണ്ടതിൽ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചേ. आप बलिए देख के आप खुश हो गए क्या? हाँ बहुत अच्छा लगा, लेकिन आपका चश्मा सूट नहीं कर रहा. आपका चश्मा बहुत सूट कर रहा है आपको. മലയാളത്തിൽ പറയടാ മോന, എനിക്ക് മലയാളം അറിയുള്ളൂ, അറിയില്ല. ഇത് കന്നഡ ഉണ്ടല്ലോ, ഭയങ്കര മീൻസ് ഗോഗിൾസ് ഉണ്ടല്ലോ, നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട് എന്ന് പറയുന്നത്. ഇത് ഫ്രീക്കാന്ന് അങ്ങോട്ട് പറയാ. ഓ ന്യൂ ജനറേഷൻ മാവേലി, ഫ്രീക്ക് മാവേലി. आपको पसंद है? हाँ अच्छा जी, बहुत अच्छा. भालो, खूब भालो, खूब भालो. खूब हेलो എന്താ बंगला बांग्ला मुझे पता नहीं, सॉरी. हिंदी पता है, बांग्ला तो पता नहीं. അപ്പോ ഒരു ഖാന ഒരു പാട്ടൊന്ന് പാട്ട് सॉन्ग गाना गाइए एक कौन सा? এই পথ যদি না শেষ হয় তবে কেমন হবে তুমি বলো না. സൂപ്പർ, അച്ഛ. ഓക്കെ, അപ്പോൾ നന്നായിട്ടിരിക്കണു. നമുക്ക് ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണം ആശംസകൾ. ओणम की बहुत बहुत शुभकामनाएं, हार्दिक शुभकामनाएं. ഹാപ്പി ഓണം. नो हैप्पी ओणम, शुभकामनाएं. ഓക്കെ, ധന്യവാദ്. धन्यवाद. അപ്പോൾ നോം ഇങ്ങനെ ഓരോ സിംഹമടയിലേക്ക് കൊണ്ടിട്ട് നോമനിങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ബർത്ത്ഡേ ഇന്ന് വേറൊരു കാര്യമൊക്കെ ഉണ്ട്, അത് നോമങ്ങ് മറന്നുപോയി. ഒന്നാമത് ആകെ ഇങ്ങനെ ഓടി നടക്കുമല്ലേ. ഇന്ന് പേര് ആളുടെ പ്രേമലത മാഡത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നോം ഒരു ബർത്ത്ഡേ ആശംസ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. തിരക്ക് പിടിച്ച് പോകണ്ട, നോമ വന്ന നിങ്ങളെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. എവിടെന്നാ വരണേ? ഞങ്ങൾ കുന്നംകുളത്തുനിന്ന്. കുന്നംകുളക്കാരാണ്. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നാടാണോ? എന്താ പേര്? രഹിത. ആതുര. എങ്ങനെയുണ്ട് ഓണാഘോഷം കുന്നംകുളത്ത്? നന്നായി പോണു. ഇങ്ങോട്ട് നിൽക്കുക. ആ കുട്ടി കാണാൻ വന്നാണോ? അപ്പം നമുക്ക് കാണാട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. അവിടെ നിൽക്കുക. എന്തൊക്കെയാ ചെയ്യണേ? ഞാൻ പഠിക്കുക. എവിടെ? തൃശ്ശൂർ. എന്ത് പഠിക്കണ? ഞാൻ സ്മാർട്ട് മീഡിയ കോളേജിൽ ഗ്രാഫിക്സ്. ഞാൻ MLT പഠിക്കുക. ഞാൻ അക്കൗണ്ടന്റ്. ആ, എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം, ഓണത്തിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല, അതുകൊണ്ട് കോളേജിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്. കോളേജിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞോ? ഇല്ലില്ല, 12-ാം തീയതി. 12-ാം തീയതിയാണ്. അപ്പോൾ അന്ന് തകർക്കുവോ? തകർക്കും. അന്ന് സാരിയാണോ? സാരി. സെറ്റ് സാരിയാണോ? സെറ്റ് സാരി. നാം ചോദിക്കുമ്പോൾ എല്ലാവരും പറയണ കളർ സാരിയാണെന്ന്. എങ്ങനെയുണ്ട് നോമനെ കാണാൻ ഈ പ്രാവശ്യം? നന്നായിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ക്ലാസ്സൊക്കെ വെച്ചിട്ട് സൂപ്പറാണോ? ന്യൂ ജനറേഷൻ അത്ര തന്നെ. അപ്പോൾ ഒരു പാട്ട് പാടി തരുമോ നോമനെ? അറിയില്ല ആരാ പാട്ട് പാടുന്നത്. 2 വരി. നോമനൊരു ആഗ്രഹം. ഞാൻ പാടൂല. ആരും പാടൂല. എന്നപ്പോൾ ഹാപ്പി ഓണെങ്കിലും പറയാൻ പറ്റുമോ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. നമ്മുടെ TCVയുടെ ഫൺ വിത്ത് മാവേലി എന്നാണ് വരുന്നത്. എന്താ പേര്? ശ്രീലക്ഷ്മി. എവിടെ വീട്? തെങ്ങാലൂർ. എവിടെ സ്ഥലം? വേലൂര്. വേലൂർ എവിടെ സ്ഥലം? തെങ്ങാലൂർ, കുട്ടംകുളം. അങ്ങനെയൊക്കെ പറയേ, എന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ഒരു പാട്ടങ്ങ് പാടിക്കേ, ഒന്ന് കേക്കട്ടെ. മഞ്ഞക്കുടിയുമായന്നച്ചൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയാണെന്നല്ലോ, മുറ്റം ചെത്തി വേടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. അപ്പോൾ ചാണകം വഴി ഇരുത്താറായോ? വീട്ടിൽ എന്തൊക്കെയായി ഒരുക്കങ്ങൾ? പൂവൊക്കെ ഇടാറുണ്ടോ? ഓണപ്പൂക്കളെ ഫസ്റ്റ് തൊട്ടിട്ട് ഇടാറുണ്ട്. അത്തം തൊട്ടിട്ട് തുടങ്ങി ഇല്ലയോ? പിന്നെ ഓണത്തിന് ഓണക്കൂടിയൊക്കെ വാങ്ങിയോ? അവിടെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഓണാഘോഷം കുഴപ്പമില്ല, പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി, കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഞങ്ങളും തൊഴാറിറങ്ങിയതാണ്. തൊഴുതോ? തൊഴുതില്ല. എന്താ പറ്റിയേ? ഇറങ്ങിയിട്ടുള്ളൂ. എന്തായാലും സന്തോഷമുണ്ട്. നോമൊരു സമ്മാനം തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ കണ്ടോ, പള്ളിക്കുളം റോഡിനടുത്തുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവിട്ട് സമ്മാനമാണ് അങ്ങ് തരണത്. സന്തോഷമായോ? സന്തോഷായി. ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി
ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. നമ്മൾ TCBയുടെ ഫൺ വിത്ത് മാവേലി എന്ന് പറയണത്. എന്താ പേര്? സുനിത. സുനിത എവിടെ നിന്നാ വരണേ? ഇവിടെ ഗുരുവായൂർ തന്നെയാണ്. ഇവിടെ അടുത്ത് ഗുരുവായൂർ തൈക്കാടാണ്. അപ്പോൾ നമ്മുടെ കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? കണ്ടിട്ടില്ല. മാവേലി ഓണത്തിനല്ലേ വരുന്നുള്ളൂ. ഓണത്തിന് മാത്രമേ നോമിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം മനസ്സ് നിറഞ്ഞോ? മനസ്സ് നിറഞ്ഞു. സന്തോഷമായോ? സന്തോഷായി. അപ്പോൾ ഒരു നോമിന് മനസ്സ് നിറയിക്കാൻ ഒരു അടിപൊളി ഒരു പാട്ട് അങ്ങോട്ട് പാടി തന്നെ ഒന്ന് കേൾക്കട്ടെ. തിരുവോണപ്പൂലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാട പൂക്കുന്നിനുച്ചിയിൽ പൊൻവീൽ ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്നു കോമളബാലനാം ഓണക്കിളി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. സന്തോഷായിരിക്കണു ബെല്ലേ ബേഷ്. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ വിടാൻ പറ്റില്ല. കണ്ണൻ്റെ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കണം. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ പീലിച്ചുരുൾ മുടിയും നീലത്തിരുവുടലും പാലത്തൊടു കുറിയും താണു തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ. നന്നായിരിക്കണു കേട്ടോ, മനസ്സ് നിറഞ്ഞു. അപ്പോൾ നോമ അങ്ങനെ വെറുതെ വിടുന്നില്ല. നോമൊരു സമ്മാനം തന്നിട്ട് അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. ഓണായിട്ട് പാട്ടൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ ചെറുപ്പം മുതലേ പാടും. 2ാം ക്ലാസ് മുതലേ സ്കൂളിൽ തൊട്ടിട്ടേ എല്ലാ പരിപാടികൾക്കും സ്റ്റേജും ഗാനമേളകളിലും ഒക്കെ പാടുന്നുണ്ട്. ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് വിടുന്നില്ല. 2 നല്ല അടിപൊളി പാട്ട്. ഒരേ ഭാഷയൊക്കെ നോമ പഠിച്ചു, അടിപൊളി. അപ്പോൾ നല്ല 2 പാട്ടൊക്കെ പാടിയ നമ്മുടെ പേരങ്ങോട്ട് മറന്നു. സുനിതാമ്മയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുക്കുകയാണ്. നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം. സന്തോഷമായി. ഗുരുവായൂരപ്പൻ്റെ നടയെന്ന് അങ്ങനെ ഒരു സമ്മാനം കിട്ടില്ല മാവേലിയുടെ അടുത്ത് നിന്ന്. സന്തോഷമായി. ഈ ഓണം തകർക്കും. എല്ലാവർക്കും TCB ചാനലിലത്തെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. എവിടെ നിന്ന് വരണേ എല്ലാവരും? ഒന്ന് പരിചയപ്പെടാം. ഞങ്ങൾ ആറന്മുള. നിങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണോ? നിങ്ങൾ വിളിച്ചോളൂ, ആറന്മുളക്കാരെ ഒന്ന് കാണട്ടെ. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് നോമനെ കണ്ടിട്ട് അങ്ങനെ മിണ്ടാണ്ട് പോണത്. അപ്പോൾ എങ്ങനെയുണ്ട്? ആറന്മുള കണ്ണാടിയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട് ആറന്മുള കണ്ണാടി ഉണ്ട്. വള്ളംകളിക്കൊക്കെ പോകാറുണ്ടോ? വള്ളംകളിക്ക് പോകാറുണ്ട്. ഓണത്തിന്റെ ഒരുക്ക് എങ്ങനെയാ? ഓണസദ്യ, ആ വള്ളം കളി, ആ സദ്യയൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ. എങ്ങനെയാണ് അതിന്റെ എത്ര കൂട്ടമുണ്ട്? അതിന്റെ കറികളൊക്കെ വള്ളത്തിന്റെ മെയിൻ ആളോ? അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് പറഞ്ഞേ. ആറന്മുളക്കാർക്ക് ഓണമെന്ന് പറയുന്നത് ആറന്മുള ഉത്രട്ടാതി ജലോത്സവമാണ്. അത് ഇപ്രാവശ്യം സെപ്റ്റംബർ 18-ാം തീയതിയാണ്. ഞങ്ങളൊക്കെ പള്ളിയോടമുള്ള കരക്കാരാണ്. ഞങ്ങളുടെ പള്ളിയോടം മിനിങ്ങാന്നാണ് നീറ്റിലിറക്കിയ പൂവത്തൂർ പടിഞ്ഞാറ്. ഈ പള്ളിയോടൊക്കെ ഇറക്കുമ്പോൾ വലിയ ആഘോഷമല്ലേ? യെസ്, ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളെ തിരുവോണത്തിൻ്റെ അന്നുള്ള ഒരുക്കം എങ്ങനെയൊക്കെയാണ്? ഭക്ഷണ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഓണത്തിൻ്റെ എല്ലാവിധ വിഭവങ്ങളും ചേർന്നുള്ള സദ്യയാണ് നടത്തുന്നത്. തിരുവോണത്തോണി വരും കാട്ടൂന്ന് തിരുവാറന്മുളയപ്പന് വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണി വരും കാട്ടൂരിൽ നിന്ന്. അതിനെ സ്വീകരിക്കാൻ നമ്മളങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം അപ്പോൾ വലിയ ഇവിടെ നിൽക്കുക. അപ്പോൾ ഓണത്തിനെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുക. ഓമനെ നടന്ന് വയ്യാണ്ടായി 10 ദിവസമായി. 10 ദിവസം എങ്ങനെ തീർക്കണം ദിവസം നടക്കുക. അപ്പോൾ വള്ളംകളിയുടെ ആശാനായ സ്ഥിതിക്ക് ഒരു പാട്ട് എനിക്ക് പാടണം. ആ വള്ളംകളി ഹാർപ്പോ എന്താണ് അല്ലേ നമ്മളെ പാടണം? എങ്ങനെയാണ്? എത്തിത്താര
തിരുവാറൻ മൂളെ വാഴും നാരായണ കൃഷ്ണ. തിരുവാറൻ മൂളെ വാഴും നാരായണ കൃഷ്ണ. തൈ തൈ തകധീ തകതോ തകധീയതിത്തോ തോ ദിഗിതോ തിരുവടിയടിയത്തെ താദിത്തൈ ദൈ. തിരുവടിയടിയത്തെ കാത്തുകൊള്ളണേ ദൈ. അത്രേ ഉള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ അങ്ങനെ ഒരു ഓണപ്പാട്ടും കേട്ടു, ഓരോ ഓണപ്പാട്ടും അങ്ങനെ കേട്ട് നമ്മളെ സന്തോഷിക്കുകയാണ്. ഫൺ വിത്ത് മാവേലി. ഇപ്പോൾ കണ്ണൻ്റെ നാട്ടിൽ വന്നിട്ട് വിശേഷം അങ്ങോട്ട് പറഞ്ഞ് തീരണില്ല. കാരണം അത്രമാത്രം വിശേഷങ്ങളാണ് പറയാനുള്ളത്. ആ പറഞ്ഞ് എത്രയോ വിശേഷങ്ങൾ അങ്ങനെ പലതും പറഞ്ഞു, പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നോമിനും പോകാൻ ഇവിടുന്ന് തോന്നണില്ല. പക്ഷേ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് വേറെ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നോമിനോട് സംസാരിക്കാനും നോമിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ താഴെ കാണുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിച്ചോളുക. ഫോൺ എടുക്കണ വേറെ ആൾക്കാരുണ്ടേ, അവർ വിളിക്കും. അവരത് എടുത്തിട്ട് നോമിനെയും കൊണ്ട് അങ്ങോട്ട് വരും, നേരിട്ട് വരും, സംസാരിക്കും. നമ്മുടെ മാവേലി വിത്ത് ഫൺ അങ്ങോട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞു. സന്തോഷം. മോമിനെ വിളിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും വരും പുതിയ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ പ്രജകൾക്കും ഹാപ്പി ഓണം.